വാങ്കഡയിൽ ടിക്കറ്റ് ഇല്ലാതെ പുറത്ത് കാത്തുനിന്ന് ഞങ്ങളോട് സങ്കടം പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, ആൻഡ്രൂ. ആൻഡ്രൂ ഇതപ്പോൾ അഹമ്മദാബാദിൽ എത്തിയിട്ടുണ്ട്. ഹലോ ബോയ്സ്. ഓക്കെ, അപ്പോൾ ആൻഡ്രൂ 2 കൊടിയൊക്കെ ആയിട്ടാണ്, നോക്ക് 2 കൊടിയൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അല്ല ആൻഡ്രൂ, അന്നിപ്പോൾ നമ്മൾ പിന്നെ വാങ്കഡയിൽ ടിക്കറ്റ് കിട്ടിയായിരുന്നോ? പിന്നെ ലാസ്റ്റ് ടൈമിൽ കിട്ടി. അടിപൊളിയായിരുന്നു കളി. 2 ടീമും നല്ലോണം കളിച്ചിട്ടുണ്ട്. അതുപോലെ ഫൈനലും നല്ല ടീംസ് തന്നെ ഉള്ളത്. ന്യൂസിലാൻഡും നല്ല എതിരാളികളാണ്. അപ്പോൾ നമുക്ക് അതിനെക്കാട്ടും നല്ലൊരു ഷോ കാണാൻ പറ്റും. ഇവിടെ ടിക്കറ്റ് ഉണ്ടോ? ഇവിടെ ടിക്കറ്റ് ഉണ്ട്. തന്നെ പറഞ്ഞിരുന്നല്ലോ. സൂപ്പർ 8ന്റെ ടൈമിൽ തന്നെ ഞാൻ അടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് ഫൈനലിൽ ഇന്ത്യ എത്തുമെന്ന് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. സഞ്ജു ഫോമിലായപ്പോൾ തന്നെ നമ്മൾ ഉറപ്പിച്ചതാണ്. നമ്മളെ ചേട്ടനെ സപ്പോർട്ട് ചെയ്യണമല്ലോ. അല്ല, ഇന്നിപ്പോൾ അഥവാ ഇന്ത്യ ഫൈനലിൽ എത്തിയിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് കളി കാണാൻ വരുമായിരുന്നോ? അന്ന് എന്തായാലും നമ്മളെ ഇന്ത്യയിലല്ലേ കളി നടക്കണം. അപ്പം ജസ്റ്റ് കാണാം. നല്ലൊരു ഷോ കിട്ടണം എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ത്യ ഫൈനലിൽ എത്തിയിട്ടുണ്ടെങ്കിലും ഒരു നല്ല ഷോ കിട്ടിയാൽ. അല്ല, പിന്നെ അന്നൊരു റിങ്കു സിങ്ങിന്റെ ഡ്യൂപ്പ് ഉണ്ടായിരുന്നല്ലോ കൂടെ. അന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ വരാൻ പറ്റില്ല ആൾക്ക്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? നമുക്ക് നല്ലൊരു കളി കാണണം എന്നുള്ളതാണ്. ന്യൂസിലാൻഡിനായിട്ട് സഞ്ജുവിന്റെ ഇതേ ഫോമിൽ തന്നെ ഒരു സെഞ്ചുറി ഒക്കെ ഏകപക്ഷീയമായിട്ടാണ് ജയിക്കേണ്ടത്. നല്ലൊരു കളി കളിച്ചിട്ട് ജയിച്ചാൽ മതി. അതെ, നല്ലൊരു കളി കണ്ടിട്ട് വേണം. നമുക്ക് ഇന്ത്യ ജയിക്കും വേണം, ക്രിക്കറ്റ് ആസ്വദിക്കും വേണം. അതാണ്. യെസ്, അങ്ങനെ നല്ല ട്രൂ ക്രിക്കറ്റ് ലവറാണ് ആൻഡ്രൂ. ആൻഡ്രൂവിനെ പോലുള്ള ഒരുപാട് ആൾക്കാർ നമ്മളന്ന് വാങ്കഡയിൽ നിന്ന് കണ്ടിരുന്നു. ആരൊക്കെ ഇവിടെയും എത്തുമെന്നൊക്കെ നമുക്ക് നോക്കാം. 1 ലക്ഷത്തോളം കപ്പാസിറ്റിയുള്ള സ്റ്റേഡിയമാണിത്. അവിടെ നിരവധി ആളുകളാണ് ഇപ്പോഴും ടിക്കറ്റിന് വേണ്ടി ഇവിടെ കാത്തു നിൽക്കുന്നത്. അഹമ്മദാബാദിൽ നിന്ന് മുഹമ്മദ് നൗഫൽ, മീഡിയ 1.